ഹായ്. ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ നിറമാലയാണ് കേട്ടോ. നിറമാല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഈ തൃശ്ശൂർക്കാരുടെ ഒരു ആഘോഷമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ആലപ്പുഴയിൽ ഞാൻ നിറമാല കേട്ടിട്ടില്ല. ഇത് ശരിക്കും അമ്പലം നല്ലോണം നിറയെ മാലകൾ കൊണ്ട് അലങ്കരിച്ചു. ഇപ്പം തിരുവില്ലാമല അമ്പലത്തിൽ നിറമാല കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ അടുത്ത് 2-3 അമ്പലത്തിലും നിറമാല തന്നെയാണ്. നല്ല രസമാണ്. പിന്നെ ഉത്സവം പോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ പരിപാടികൾ, മേളം, കൊട്ട്, അങ്ങനെയൊക്കെ. ഇവിടെ തൃശ്ശൂർക്കാർ ശരിക്കും മേളമൊക്കെ നല്ലോണം ആസ്വദിക്കുന്നവരാണല്ലോ. അത് കാരണം അതൊക്കെ രസമാണ് കാണാനായിട്ട്. പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാകും. ശരിക്കും ഉത്സവം പോലെ തന്നെ. ആനച്ചമയം ഉണ്ടായിരുന്നു. ആനച്ചമയം കുറച്ച് നമുക്ക് ഇതൊക്കെ കാണാൻ, കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പോയി കാണാനൊക്കെ നല്ല രസമായിരുന്നു. ഇതുപോലൊരു നിറമാല സമയത്താണ് ഇവിടെ ഹസ്ബൻഡ്, എൻ്റെ ഓഫീസൊക്കെ അന്ന് ലീവ്. ഇവിടെ പ്രാദേശികമായിട്ട് അവധിയാണ്, സ്കൂളുകളും കോളേജുകളും അങ്ങനെ സ്ഥാപനങ്ങളെല്ലാം അവധിയാണ്. ആ ഒരു സമയത്തായിരുന്നു ഹസ്ബൻഡ് അന്ന് പെണ്ണ് കാണാനായിട്ട് വന്നത്. നവംബർ 14 അല്ലെ 15 ആ ഒരു ടൈമൊക്കെ. ഡിസംബർ ആയപ്പോഴേക്കും കല്യാണമായി. അങ്ങനെ അത് കാരണം നിറമാല എന്ന് പറയുമ്പോൾ അവർക്കന്ന് ഓഫീസിൽ ലീവായിരുന്നു ആ സമയത്ത്. അങ്ങനെ നിറമാലയൊക്കെ ഗംഭീരമായിട്ട് കൊണ്ടാടി. നല്ല മേളം ഉണ്ടായിരുന്നു. സ്കൂളുകളും കോളേജുകളും മറ്റെല്ലാം അവധിയായ കാരണം എല്ലാവർക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പങ്കെടുക്കാൻ സാധിക്കും. ഉത്സവത്തിൻ്റെ ഒപ്പം തന്നെ ഇനി ഇത് ഉത്സവമല്ല കേട്ടോ. ഉത്സവം ഇനിയുണ്ട്. ഒരു മാർച്ച് ഏപ്രിൽ ആ സമയത്തൊക്കെ ഉത്സവമുണ്ട്. ഇതും ഉത്സവത്തിൻ്റെ ഒപ്പം തന്നെ. അന്നേ ദിവസം അമ്പലത്തിൽ ഫുള്ളും പരിപാടി, അന്നദാനം, ഓട്ടംതുള്ളൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.